നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. അവള് മുഖത്ത് തേച്ചിരിക്കുന്ന പൊടിയുടെ ശക്തി കുറച്ചു ദിവസത്തേക്ക് കാണും. ഇവൾക്ക് നമ്മൾ കരുതുന്ന പോലെ ഒരു അമാനുഷിക ശക്തി ഉണ്ടെങ്കിൽ അത് ഉണരുന്ന ഒരു സമയമുണ്ടാവും. ആ സമയത്ത് അവളുടെ ബോധം പോകും. അപ്പൊ റിയ, ഇന്നത് നമുക്ക് കാണാൻ പറ്റില്ലേ? ഇല്ല, നമ്മൾ ഇനി എത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും? അത് കൃത്യമായിട്ടത് പറയാൻ പറ്റില്ല ആന്റി. എന്നാലും ഒരു 3-4 ദിവസം കഴിയുമ്പോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യണം അല്ലേ? ആ, വെയിറ്റ് ചെയ്യണം. ശരി, വെയിറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാ നമുക്ക് പോവാം. നമ്മളെന്തിനാ ഇവള് പണിയെടുക്കുന്നത് വെറുതെ നോക്കി നിൽക്കുന്നത്? വാ. ഇതെന്താ ചൊറിയുന്ന? വിശേഷപ്പെട്ട മഞ്ഞളാണെന്നാണല്ലോ പല്ലവി പറഞ്ഞത്. എന്നിട്ടും എന്താ ചൊറിയുന്ന? കഴുകിക്കളഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. വിശാൽ സാറ് സ്നേഹത്തോടെ മുഖത്ത് പുരട്ടി തന്നതല്ലേ. കുറച്ചു നേരം കൂടി ഈ മഞ്ഞൾ മുഖത്ത് കിടക്കട്ടെ. പാറു, പാറു, പാറുവിന് എന്ത് പറ്റി? എന്തിനാ ഇവിടെ കിടക്കുന്നത്? പാറു, 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 പാറു മയങ്ങുകയാണോ? ഉണരുന്നില്ലല്ലോ. പാറുവിന് എന്താ സംഭവിച്ചത്? ഇതെന്തോ ചതിയാണെന്ന് തോന്നുന്നു. പാറുവിന്റെ ബോധം കെടുത്തിയിരിക്കുകയാണ്. പാറുവിനെ ഉണർത്തണമല്ലോ. പാറു, പാറു, മണിക്കുട്ട, പാറു, എന്താ പറ്റിയത്? എനിക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും അറിയില്ല മണിക്കുട്ട. ഞാൻ വരുമ്പോ പാറു ഇവിടെ മയങ്ങി കിടക്കുകയായിരുന്നു. അത് കണ്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നി. വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. പിന്നെ ഞാൻ നേരെ ചെന്ന് തീർത്ഥകുംഭത്തിൽ നിന്ന് തുളസിയില എടുത്തോണ്ട് വന്ന് പാറുവിന്റെ മുഖത്തിട്ടു. അപ്പോഴാ പാറുവിന് ബോധം വീണത്. എനിക്ക് എങ്ങനെ ബോധക്കേടുണ്ടായത്? എന്താ സംഭവിച്ചത്? ശ്ശോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ എന്തോ ചതി നടക്കുന്നുണ്ട് പാറു. പാറുവിനറിയാലോ, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആപത്ത് മുൻകൂട്ടി കാണാൻ കഴിയുമെന്ന്. ഞാനും അങ്ങനെ ഒരു ആപത്ത് കാണുന്നുണ്ട്. ആപത്തുകൾ ഏത് രൂപത്തിലും എപ്പോ വേണമെങ്കിലും വരാൻ പാറു. സൂക്ഷിക്കണം. മണിക്കുട്ട, എന്താപത്ത് നീ കാണുന്നത്? അത് വ്യക്തമല്ല, പക്ഷേ പാറു ജാഗ്രതയോടെ ഇരിക്കണം. ശ്രദ്ധിക്കണം പാറു. വിശ്വനാഥൻ സാർ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഡയറി പാർവതി മാത്രം വായിക്കണമെന്നാണ് വിശ്വനാഥൻ സാറിന്റെ ആഗ്രഹം. ആ,
അതനുസരിക്കുന്നതായിരിക്കും ഭംഗി. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്റെ കടമ കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. ഇത്ര പെട്ടെന്ന് പോവാണോ? ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുക. എന്നാ ശരി. അല്ല, മറ്റുള്ളവരുടെ ഡയറി വായിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. വായിക്കുന്നത് കേൾക്കാലോ. ഡയറിയിൽ എന്താണെന്ന് വായിച്ചാ മതി, ഞങ്ങൾ കേട്ടോളാം. പാർവതി, ആ ഡയറിയിൽ എന്താണെന്ന് വായിക്ക്. വിനയേട്ടൻ എന്താ ഈ പറയുന്നത്? ഡയറിയിൽ അത്രയ്ക്ക് രഹസ്യമുള്ളതുകൊണ്ടല്ലേ ഡയറി പാർവതി മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് വക്കീൽ ഇപ്പൊ പറഞ്ഞത്. അതറിഞ്ഞിട്ട് പിന്നെ ഇത് വായിച്ച് കേൾക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അറിയാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങള് വെറുതെ അറിയാതിരിക്കുന്നല്ലേ നല്ലത്. ഇത് എന്തായാലും അറിയണം. ഡയറിയിൽ എന്താണെന്ന് അറിയണമല്ലോ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ബഹളം വെക്കാതെ ഇത് പാർവതി മാത്രം വായിച്ചാ മതി. പാർവതി മോളെ, നീ ഇത് അകത്ത് കൊണ്ടുപോയി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്ക. ചെല്ല്. ഓ, ഹ, അപ്പോ പാർവതിക്ക് മാത്രമേ ഇവിടെ അവകാശവും അധികാരവും ഒക്കെ ഉള്ളൂ. ഞങ്ങള് വെറും അഗതികളല്ലേ? വേണ്ട, അങ്ങനെ അഭയാർത്ഥികളെ പോലെ ഒരു വോയിസും ഇല്ലാതെ ഒരു വിലയും ഇല്ലാതെ ഈ വീട്ടിലിനി ഞങ്ങൾക്ക് പറ്റില്ല. വിനായ്, നമുക്ക് പോവാം. ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കണ്ട. വിപിൻ അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. അല്ല അമ്മ, അത് നീ വരുന്നുണ്ടോ? ആര് വന്നില്ലെങ്കിലും ശരി, ഞാൻ പോകും. അമ്മേ, 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 അമ്മ ഇങ്ങനെ ഇറങ്ങി പോകരുത്. വേണ്ടടാ, അത്രയ്ക്ക് ഗതികെട്ട് എനിക്കിവിടെ കഴിയണ്ട. അമ്മ, ഞാനൊന്നും പറയട്ടെ. നിനക്ക് എന്താ വിശാൽ പറയാനുള്ളത്? നീ ഒന്നും പറയണ്ട. ഇതെല്ലാം കണ്ടിട്ടും നീ എന്താ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാത്തത്? വിശാൽ, ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണോ അല്ലയോ? അത് നീ പറ. ആരും ഒന്നും മിണ്ടണ്ട. ഞാൻ ചോദിച്ചത് വിശാലിനോടാണ്. അവൻ മറുപടി പറയട്ടെ. വിശാൽ, ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടോ ഇല്ലയോ? നീ പറയൂ വിശാൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.